600 മുട്ടൻ്റെ പരിപാടി കേട്ടോ. പുഴുങ്ങാൻ പോവാണ്. കാടമുട്ട ഒരു രക്ഷയില്ല. 650 ഇല്ല. വെറൈറ്റി ആയിട്ടൊരു സാധനം ശാന്തി ഭവനിലുള്ള കുട്ടികൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കൊടുക്കണമെന്ന് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പറഞ്ഞപ്പോഴേ ഒന്നും നോക്കിയില്ല. കുറച്ച് റിസ്ക് എടുത്താലും കാടമുട്ട മസാല ആക്കിയത് ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും. കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല ഞമ്മക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടാ. ഫുള്ള് വീഡിയോ കണ്ടു നോക്കി എങ്ങനെ കാടമുട്ട തൊലിച്ച് പുഴുങ്ങി മസാല ഉണ്ടാക്കി അതിലിട്ട് മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൽ ഫുള്ള് വീഡിയോ ഈ ഇതിൽ പറയുന്നുണ്ട്. എല്ലാം തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ച കാടമുട്ട പൊളിച്ച് ഒരു പാത്രക്ക് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഉരുളിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് ചെറിയ തീയിൽ വേണ്ട ചെയ്യാൻ. വെളിച്ചെണ്ണ ചൂടാവാൻ പാടിയ ചെറിയ ചൂടിൽ നല്ല ആണുകൊണ്ടൊക്കെ ഇളക്കി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ട് കാടമുട്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. മസാലയിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണ വെച്ച് മിക്സ് ആക്കിയാൽ മസാലേൻ്റെ പരിപാടി കഴിഞ്ഞ്. വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും വലിയ കേക്ക് കൊടുന്ന് കട്ട് ചെയ്ത് പൈസ നാസാക്കണക്കായി എത്രയും നല്ല കാര്യമാണ്. ഇതുപോലത്തെ സ്ഥാപനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണം. കാരണം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 90ഓളം കുട്ടികൾ ഉമ്മയും വാപ്പാരും ഒഴിവാക്കിയ കുട്ടികൾ കാണുമ്പോൾ നമ്മളെ കണ്ണിന്ന് ഞങ്ങൾ പോയവരെ കണ്ണിന്ന് കണ്ണീര് വരെ വന്നവരുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സായ കുട്ടീനെ അടുത്തുള്ള പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു പേപ്പറിൽ കുട്ടീൻ്റെ പേരും ജനിച്ച ഡേറ്റും എഴുതിയാണ് അവിടെ വെച്ച് പോയതാണ്. അങ്ങനത്തെ കുട്ടികൾ കിട്ടാതായി തൊട്ടി കിടക്കുന്ന കുട്ടിയൊക്കെ അങ്ങനത്തെ കുട്ടിയാണ്. ഓട്ടിസം ബാധിച്ചിട്ട് ഉമ്മാർ തിരിഞ്ഞു നോക്കാത്ത ഒരു കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. ആ കുട്ടീൻ്റെ ഒക്കെ അവസ്ഥ, കുട്ടി എന്ത് വെച്ചാൽ ഉമ്മാരെന്തിനാണ് അതിനവിടെ ഇട്ട് പോയതെന്ന് ഒരു ഐഡിയ ഇല്ല. വല്ലാത്തൊരവസ്ഥ.